വാ മോനെ, നീ ഇവിടെ വന്നിരിക്കേ, വാ. എന്തിനാ വരാൻ പറഞ്ഞത്? ഞാനാണ് നിന്നെ വിളിപ്പിച്ചത്. നീ എന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ ഏട്ടനല്ല ഞാൻ. അനിയനാണെന്ന് നോക്കാതെ മുഖത്തടിച്ച ആളല്ലയോ? കൂടുതൽ പ്രകടനമൊന്നും വേണ്ട, കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താടാ മോനെ ഇത്? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അവൻ ഓരോന്ന് പറയുന്നേ? നല്ലതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിന് തന്നെ നീ ഹൈദരാബാദിന് പോകണം. ഇതൊന്ന് പെട്ടെന്നൊരു ഹൈദരാബാദ് ട്രിപ്പ്? നിനക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ കുറച്ച് ലേബർ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ നിന്ന് സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും അവിടെ ഡയറക്റ്റ് ചെന്നേ പറ്റൂ. അതുകൊണ്ടാണ് നിന്നോട് പോകാൻ പറഞ്ഞത്. ശിവാനിയുടെ അരികിൽ നിന്നും പ്രണവിനെ അകറ്റാനുള്ള പ്ലാനിംഗ് ആണിത്. പ്രണവിന് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാൻ വയ്യല്ലോ. അല്ലെ ഹൈദരാബാദിന് ഞാൻ എന്തിനു പോണം? അവിടുത്തെ പ്രൊജക്റ്റ് ഒക്കെ നോക്കുന്ന അച്ഛനല്ലേ? അച്ഛൻ പോട്ടതേ. എനിക്ക് സുഖമില്ലാന്ന് നിനക്കറിയാലോ. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. യാത്ര ചെയ്യാൻ വയ്യ എനിക്ക്. ഇവിടുത്തെ ഓഫീസിൽ പോലെ ഇനി വിടാതിരുന്നാലോ എന്ന് ആലോചിക്കുക ഞാൻ. എന്നൊരു കാര്യം ചെയ്യാം, ചേട്ടൻ തന്നെ പോയിട്ട് വരട്ടെ. നിനക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങൾ. ആ ജപ്പാൻ കമ്പനിയുടെ പ്രോജക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ദിവസം പോലും ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നിനക്കാകുമ്പോ ഹൈദരാബാദ് ചെന്ന് ഈ ഇഷ്യൂസ് സോൾവ് ചെയ്ത് അപ്പൊ തന്നെ തിരിച്ചു വരികയും ചെയ്യാലോ. ശരിയാ. ഹൈദരാബാദ് പോലൊരു ബ്രാഞ്ചിലെ കോംപ്ലിക്കേറ്റഡ് ആയൊരു ലേബർ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ഇവനെ പോലൊരാളെയാണോ ഇവിടുന്ന്? അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇവനില്ല. ഇനി അങ്ങോട്ട് സ്വന്തമായി പ്രോജക്റ്റുകൾ നോക്കി നടത്തേണ്ടവനല്ലേ ഇവനും. പഠിക്കട്ടെ വസു, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കാൻ പറ്റൂ. ചെറിയ ചെറിയ ഇഷ്യൂസ് സോൾവ് ചെയ്ത് വേണം പഠിക്കാൻ. അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്ത് പരാജയപ്പെടുകയല്ല വേണ്ടത്. ഐ ആം ഷുവർ പ്രണവിനെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ പ്രണവല്ല ഹൈദരാബാദിലേക്ക് പോകേണ്ടത്. എല്ലാ വിഷയത്തിലും ഞാനും അച്ഛനും തന്നെ ഇടപെടണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അമ്മ ഇതിൽ സംശയിക്കാനൊന്നുമില്ല. പ്രണവ് പോട്ടെ, ഇവൻ പ്രൂവ് ചെയ്യട്ടെ. എടാ, ഇന്ന് നീ ഹൈദരാബാദിന് പോയേ പറ്റൂ. ചേട്ടൻ പറയുന്ന കേൾക്കുമോനെ. നിനക്ക് വേണ്ട സഹായങ്ങൾ അവൻ ഇവിടെ ഇരുന്ന് ചെയ്തു തരും. സഹായം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എന്നെ ശിവാനിയും രണ്ട് വഴിക്കാക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ പെട്ടെന്നുണ്ടായ ഈ ലേബർ ഇഷ്യൂവും ഹൈദരാബാദ് ട്രിപ്പും. ഞാൻ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കുമെന്ന് പേടിച്ചിട്ട് എന്നെ നാട്ടിൽ നിന്ന് അങ്ങ് പാക്ക് ചെയ്യാം എന്നുള്ള വിചാരമാണല്ലേ? ഞാൻ വിചാരിച്ചതിനേക്കാൾ മിടുക്കുണ്ട് നിനക്കല്ല, ശിവാനിക്ക്. അവൾ നിന്നെ നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാം ചെയ്യിച്ചെടുക്കാനേ കൊച്ചു കുട്ടിയൊന്നും അല്ല ഞാൻ. ഞാൻ തൽക്കാലം എങ്ങോട്ടും പോകുന്നില്ല. എടാ, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ഫാമിലി പ്രശ്നങ്ങളും ബിസിനസ് കാര്യങ്ങളും ഞാൻ കൂട്ടിക്കൊഴിക്കാറുമില്ല. ഇത് അത്യാവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാ ഞാൻ നിന്നോടൊരു ഹെൽപ്പ് ചോദിച്ചത്. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത് പ്രണവ്. ലേബർ ഇഷ്യൂ ശക്തമായാൽ ഹൈദരാബാദ് ഓഫീസ് തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. നീ ഒന്ന് പോയിട്ട് വാ. അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമല്ലെങ്കിൽ ഇവരൊക്കെ നിന്നെ നിർബന്ധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അച്ഛനും ചേട്ടനും പറയുന്നത് കേൾക്ക് നീ. തൽക്കാലം ആരും പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അത്ര വലിയ ഇഷ്യൂ ആണെങ്കിൽ ചേട്ടൻ തന്നെ പോട്ടെന്ന്. ചേടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഈ വീക്ക് മുഴുവൻ എനിക്ക് മീറ്റിങ്ങുകളാണ്. ആരെങ്കിലും ഒരാൾ പോയേ പറ്റൂ. ഞാൻ പറയുന്നു കേക്ക്. ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞാ പിന്നെ എന്തിനാ ഗൗത ഇങ്ങനെ നിർബന്ധിക്കുന്നേ? താല്പര്യം ഇല്ലാത്ത ഒരാളിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? നിനക്ക് സ്വയം ആലോചിക്കാനും തീരുമാനം എടുക്കാനും ഉള്ള പ്രായമായി. മോൻ ആലോചിക്കേ, എന്നിട്ട് എന്ത് വേണോന്ന് നീ തന്നെ തീരുമാനിക്കേ. പ്രണവേ, നീ പുതിയ പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടത്താൻ പോവാ. ഇത് നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. നിനക്കിതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. എന്റെ നല്ലതിന് വേണ്ടി ഏട്ടത്തി അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടണ്ട. പ്രണവ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പോയേ പറ്റൂ. അച്ഛാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കാ. ഞാൻ നീ ഒന്നും പറയണ്ട. ഹൈദരാബാദിൽ പോകാൻ പറഞ്ഞാ പോണം. ഹൈദരാബാദ് മാനേജറെ വിളിച്ച് നീ ചെല്ലൂന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ലേബർ ഇഷ്യൂ ഒന്ന് അടങ്ങിയത്.
ഇത് നമ്മുടെ ഈശ്വരമംഗല ഗ്രൂപ്പിന്റെ ആവശ്യമാണ്. നീ ഒന്ന് ഓക്കെ പറയൂ പ്രണവ്. പോകാൻ സമ്മതിക്കും മോനെ. കൂടുതലൊന്നും ആലോചിക്കണ്ട. ആ ഇഷ്യൂ സോൾവ് ആയാൽ അപ്പൊ തന്നെ തിരിച്ചു പോര്. അതിന് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് തരാം. നീ ഇന്ന് തന്നെ പോയേ പറ്റൂ. എടാ മോനെ, ആലോചിക്കാനൊന്നുമില്ല, ഒന്ന് നീ സമ്മതിക്കേ. ഞാൻ പോവാം, പോരെ.